കണ്ണൂർ വളക്കയിലാണ് സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടത്. കുറുമാത്തൂർ ചിന്മയ സ്കൂളിൻ്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിരവധി കുട്ടികൾക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തുടക്കത്തിൽ തന്നെ ആളുകൾക്ക് ഇടപെടാൻ സാധിച്ചു. ആ കുട്ടികളെ പ്രാഥമികമായി ചികിത്സ നൽകി നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി ഇപ്പോൾ നിഖിൽ അളവൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, ഈ കുട്ടികളെ എന്തായാലും പരിക്കേറ്റ കുട്ടികളെ എല്ലാം ആശുപത്രികളിലേക്ക് മാറ്റാൻ സാധിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ബസ് നിയന്ത്രണം വിട്ട ഒരു ഭാഗത്തേക്ക് മറിയുകയായിരുന്നു എന്നാണ് MLA പറയുന്നത്. തീർച്ചയായും രുചീഷ്, നമുക്ക് ഇപ്പോൾ പേര് വിവരങ്ങൾ നൽകുന്നില്ലെങ്കിലും ഒരു വിവരം ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്, ഇതിൽ ഒരു കുട്ടി മരിച്ചു എന്ന രീതിയിലുള്ള വിവരം നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുകയാണ്. 11 കുട്ടികളെ സഹകരണ ആശുപത്രിയിൽ, തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 3 കുട്ടികൾ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരു കുട്ടി പരിയാരം മെഡിക്കൽ കോളേജിലും ചികിത്സയിലുണ്ടെന്ന് മനസ്സിലാക്കുന്നു. വൈകിട്ട് 3:45 ഈ ഒരു അപകടം ഉണ്ടായത്. ഇരിട്ടി തളിപ്പറമ്പ് സംസ്ഥാന പാതയിൽ വളക്കൈ പാലത്തിന് സമീപമായിരുന്നു അപകടം. ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞതിനെ തുടർന്ന് കുട്ടി ആ ബസ്സിനടിയിൽ അകപ്പെടുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും ഒരു കുട്ടി മരിച്ചു എന്ന രീതിയിലുള്ള വിവരം തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അത് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരമാണ്. ഏതായാലും ദാരുണമായ സംഭവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വലിയൊരു അപകടം എന്ന് തന്നെ പറയണം. സംസ്ഥാന പാതയിൽ തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിൽ വളക്കൈ പാലത്തിന് സമീപമാണ് ബസ് അപകടത്തിൽപ്പെട്ടത്. ഈ ബസ്സിനടിയിൽപ്പെട്ട ഒരു കുട്ടി മരിച്ചു എന്ന വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ട് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു കുട്ടി മരിച്ചു എന്നാണ്. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ കുട്ടി മരിച്ചതായാണ് ഇപ്പോൾ വരുന്ന വാർത്ത. 11 കുട്ടികളെ പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു എന്നും പറയുന്നു. നിഖിൽ അളവൂർ ചേരുകയാണ്. ഒരിക്കൽ കൂടി നിഖിൽ, ഈ 11 കുട്ടികൾ മാത്രമായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? മനസ്സിലാക്കുന്നതനുസരിച്ച് 16ഓളം കുട്ടികൾ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഒരു കുട്ടി മരിച്ചു എന്ന വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. അത് ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകേണ്ടതുണ്ട്. 11 കുട്ടികൾ ഇപ്പോൾ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 3 കുട്ടികൾ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലും ഒരു കുട്ടി പരിയാരം മെഡിക്കൽ കോളേജിലും ചികിത്സയിലുണ്ട് എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം. നിഖിൽ, ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്? ബസ് മറിയുകയായിരുന്നു. ഈ മറിഞ്ഞ ബസ്സിനടിയിൽ ഈ കുട്ടി പെട്ടുപോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നമുക്ക് അല്പസമയത്തിനകം ഈ സംഭവ സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാവും. ഏതായാലും തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലാണ് കൂടുതൽ കുട്ടികളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടിയെ പ്രവേശിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ നിലയുമായി ബന്ധപ്പെട്ട വിവരം കൂടി നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപക്ഷെ കൃത്യമായി ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അപകടം നടന്നത് സംസ്ഥാന പാതയിൽ വളക്കൈ പാലത്തിന് സമീപമാണ്. ആ വളക്കൈ പാലത്തിന് സമീപമുള്ള ഒരു വീട്ടിൽ, ആ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ദൃശ്യങ്ങളാണ്. ഒരുപക്ഷെ ഈ അപകടം വലിയ അപകടം എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങളാണ്. നമുക്ക് ഒരുപക്ഷെ അല്പസമയത്ത് ആ ദൃശ്യങ്ങൾ സ്ക്രീനിൽ കാണിക്കാമെന്ന് കരുതുന്നു. വളരെ വേഗതയിലെത്തിയ ആ ഒരു ബസ് ഇപ്പോൾ ഒരു CCTV ദൃശ്യങ്ങളുടെ ചില കാര്യങ്ങൾ കൂടി വ്യക്തത വരുന്നു. അതായത് മറ്റൊരു റോഡിൽ നിന്ന് സംസ്ഥാന പാതയിലേക്ക് വന്ന് കയറുന്നതിനിടയിൽ ഈ വാഹനം മറിയുകയായിരുന്നു. ചെറിയ ഇറക്കമിറങ്ങി വരുന്നതിനിടെ ആ വാഹനം CCTV ദൃശ്യങ്ങളാണ് വരുന്നത്. വലിയ അപകടമാണ് സംഭവിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ബസ് നിയന്ത്രണം വിട്ട് 2 തവണയെങ്കിലും അത് മറിഞ്ഞാണ് അടുത്ത റോഡിന്റെ ഭാഗത്തേക്ക് എത്തുന്നത്. വലിയ അപകടമാണ് ഉണ്ടായ. ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം.